ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? സുഖമല്ലേ? സുഖമാണിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഓഫാണ്. അപ്പോൾ ഓൾറെഡി ഓഫായതുകൊണ്ട് ഇങ്ങനെ റൂമിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൈകിട്ടിരിക്കുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വൈകിട്ട് കടി അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചൂടോടെ പറഞ്ഞപ്പോൾ നമ്മളെ റൂമിലുള്ള മൊയിലിയർ പറഞ്ഞു നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. സ്പെഷ്യലിന് അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ട് മൂപ്പരാൾ 2-3 കോഴിമുട്ട വേണം, പാല് വേണം, ബ്രെഡ് വേണം എന്നൊക്കെ പറഞ്ഞ് നെയ്യ്, പഞ്ചസാര അങ്ങനെ ഫ്രിഡ്ജിലിരുന്നാൽ 2 കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് 3 കോഴിമുട്ട എടുത്ത് പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ വീണ്ടും പറഞ്ഞു വലിയൊരു ഇതിലേക്ക് നെയ്യ് വേണം. അങ്ങനെ നെയ്യും മിസ്സാക്കി നെയ്യും ഇട്ടൊക്കെ പാടെ ഇളക്കി കുത്തി മറിച്ചങ്ങോട്ട് ഒന്നും പറയണ്ട. അതോ എന്തേലും പറയാനുണ്ടോ? കോഴിമുട്ട ഇളക്കിയിട്ട് അതിൻ്റെ മഞ്ഞ ക്ലിപ്പ് പോകുന്നില്ല. മൊയിലേക്ക് അത് ഇളക്കാനും പറ്റുന്നില്ല. അങ്ങനെ മേടിച്ച് ഞാൻ ഇളക്കി കൊടുത്ത് ഫുള്ളായിട്ട് മിക്സാക്കി കുറച്ച് നെയ്യ് കൂടി ആഡാക്കണം പറഞ്ഞ് കുറച്ച് നെയ്യ് ആഡാക്കി. അപ്പത്തിന് അത് ഇങ്ങനെ ആയി, കണ്ടില്ലേ? നെയ്യ് ആഡാക്കിയപ്പോൾ അങ്ങനെ ആയി. വീണ്ടും കുറച്ചുകൂടി അതിലേക്ക് ആഡാക്കണം പറഞ്ഞ് ആഡാക്കി മിക്സഡ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടാ. അത് കഴിഞ്ഞപ്പോൾ ആരാണ് ഇനി ബ്രെഡ് വേണമെന്ന്. അങ്ങനെ അടുത്ത ആളുടെ കടയിലേക്ക് വിട്ട് ബ്രെഡ് മേടിക്കാം. അങ്ങനെ അടുത്ത ആൾ ബ്രെഡും മേടിച്ചെത്തിയപ്പോൾ നമ്മളിത് മിക്സഡ് ആക്കൽ കഴിഞ്ഞു. വീണ്ടും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ആവണ്ടേ. അങ്ങനെ അത് ഇളക്കി അവിടെ മിക്സാക്കി കറക്റ്റാക്കി. അപ്പോൾ അങ്ങനെ ബ്രെഡ് മേടിക്കാൻ പോയാളെ കാത്തിരിക്കണം. അതാണ് ഇത് ഞാൻ എൻ്റെ റൂമിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇത് നമ്മളൊരു ചങ്ക് മൊബൈലിൽ എന്തോ കളിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ മറ്റേ നമ്മളെ കൽബ് എന്ന് കണ്ട ഫിലിം കണ്ടിട്ട് ആൾ കുറച്ച് നേരമൊക്കെ സങ്കടപ്പെട്ടിട്ടിരുന്നു. ആ ഒരു മപ്പിൽ എങ്ങനെ എണീറ്റിട്ടിരിക്കുക കേട്ടോ, ഒന്നും പറയണ്ട. അപ്പോൾ ഇതിന് നമ്മളെ മൊയിലേറി കിടക്കുന്ന കട്ടിലാട്ടോ. ഇത് പിന്നെ എൻ്റെ കട്ടിലാണ്. ആകെ അലങ്കോലമായിട്ട് ആ റൂമൊക്കെ കിടക്കുന്നത്, വൃത്തിയേടൊന്നുമില്ല. എന്നാൽ പോലും കുറച്ച് അലങ്കോലുണ്ട്. ഫ്രിഡ്ജിൽ എന്തോ നോക്കി കുറച്ച് മീനും കാര്യങ്ങളും ചിക്കനൊക്കെ ഉണ്ട്. താഴത്ത് അതുപോലെ കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എന്തോ ഒരു പാത്രം അതിലുള്ളിൽ കയറ്റിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാറുണ്ട് കേട്ടോ, പ്രവാസികളുടെ മാങ്ങച്ചാറ്. അങ്ങനെ മാങ്ങച്ചാറുണ്ട്. അപ്പോൾ കടയിൽ പോയ ആൾ ബ്രെഡ് മേടിച്ച് വന്നു. അപ്പോഴാണ് മനസ്സിലായത് ബ്രെഡ് പൊരിയാണ്, മാംഗ്ലൂർ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇല്ല കേട്ടോ ഒഴിച്ച് നല്ല നെയ്യ് ഒഴിച്ചിട്ട് അതിലാണ് പൊരിച്ചിട്ട് എടുക്കുന്നത്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കണവർക്ക് ഓക്കെ. അങ്ങനെ ബ്രെഡ് ആ മിക്സ് ചെയ്ത് വെച്ച ഇതിലേക്ക് നല്ലോണം മുക്കിയിട്ട് ഇതാ നമ്മൾ ചൂടായ നെയ്യും അതിലേക്ക് ബ്രെഡ് ഇടുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയണ്ട. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം. നമ്മൾ ചട്ടി ചെറുതാവുകൊണ്ട് ഒരു പീസ് ഇടാൻ പറ്റുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 2 പീസൊക്കെ ഇടാം. ആ നെയ്യിൻ്റെ ഇതിങ്ങനെ പാരി കിടക്കണില്ലേ. അപ്പോൾ അങ്ങനെ ചട്ടിയിൽ നമ്മളെ ബ്രെഡ് ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ഇടാൻ നോക്കി, അടുത്തതിൽ 2. അങ്ങനെ 2 ഇട്ടിട്ടുണ്ട്. ചട്ടി വലിപ്പമില്ല, 2 ഇട്ടു ചട്ടിയിൽ. അങ്ങനെ അത് മറിച്ച് പൊരിച്ച് അത് വേവിച്ച് നോക്കിക്കോ. അതിൻ്റെ ഒരു കളറ് ഇതേപോലെ. അങ്ങനെ നമ്മൾ റൂമിൻ്റെ പുറത്തോട്ടൊന്നും ഇറങ്ങി. ഇതാട്ടെ നമ്മളെ റൂമിൻ്റെ സ്പേസ്. ഇത് നമ്മളെ വണ്ടിയാണ്, വൈറ്റ് വണ്ടി കിടക്കുന്നത്. അതൊക്കെ നമ്മളെ കമ്പനി വണ്ടികളാണ്, 6 വീല് കാര്യങ്ങൾ. നമ്മുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് സ്ഥലം പാർക്കിംഗ് സൗകര്യം അതൊക്കെ നമ്മളെ കമ്പനി വണ്ടികളാണ് കേട്ടോ. 8-10 വണ്ടി ഉണ്ട് ഇവിടെ. നമ്മളിവിടെ 2-3 കട, ഷോപ്പ്, ബൂഫിയ കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. വീണ്ടും ഞാൻ പോയി അവിടെ മൊയിലേരി നമ്മളെ ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും നെയ്യ് കൊട്ടാൻ വേണ്ടിയിട്ടായി. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ആരാണ്? മൊയിലിയർ അല്ലേ, ഔഫ് മൊയിലിയരാട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് മൂപ്പരാൾക്ക് കുത്തുവെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇതൊക്കെ കഴിച്ചിട്ടൊക്കെ ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് വേണം ഒന്ന് അങ്ങോട്ട് പോവാൻ. അതിൻ്റെ ഒരുക്കമുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. വീണ്ടും ഞാൻ അങ്ങനെ നടക്കുന്ന ബ്രെഡ് പൊരിച്ചതും ഒന്നും പറയണ്ട. അതാ ഔഫ് നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യങ്ങൾ. അവൻ തന്നെ ഉണ്ടാക്കി അവൻ തന്നെ അഭിപ്രായം പറഞ്ഞ എന്തായാലും ടേസ്റ്റ് ഉണ്ട്. വേറൊരുത്താൾ പിന്നെ ഇവിടെ
നല്ല അടിയാണ് ഇവിടെ. ഇപ്പുറത്തിരുന്നിട്ടേ ഒന്നും പറയണ്ട. ജസ്റ്റ് ഞാൻ ഒന്ന് ചോദിക്കുന്ന ആളോട്, ആളപ്പത്തിന് കഴിഞ്ഞ് അടുത്തെടുക്കട്ടെ. ഞാനും ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ കഴിച്ച് നോക്കുന്ന കേട്ടാ. എന്തായാലും ആ നെയ്യ് നമ്മൾ മിക്സ് ആക്കൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ബ്രെഡ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഒന്നും പറയല്ല, മാംഗ്ലൂർ സ്പെഷ്യലാണ്. നമ്മളവിടെ നമ്മൾ നെയ്യൊന്നും അധികം കൂട്ടാറില്ല. എന്നാലും ഓക്കെ ബായ്. ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം മക്കളെ. ഓക്കെ ബായ്.